പ്രതിഭ എന്നത് ദൈവാനുഗ്രഹമാണെങ്കിൽ കഠിനാധ്വാനം കൊണ്ട് ആ പ്രതിഭയെയും തോൽപ്പിച്ചു കളയാം എന്ന് ലോകത്തിന് കാണിച്ചു തന്ന ഒരു മനുഷ്യനുണ്ട്. പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് വിമർശകരുടെ വായടപ്പിച്ചുകൊണ്ട് ഫുട്ബോൾ സാമ്രാജ്യത്തിൻ്റെ അധിപനായി മാറിയ പോർച്ചുഗലിൻ്റെ സ്വന്തം സുൽത്താൻ ക്രിസ്ത്യാനോ റൊണാൾഡോ ദോസ് സാന്റോസ് അവീരോ. ലോക ഫുട്ബോളിലെ ഈ ഗോളിംഗ് മെഷീൻ്റെ കഥ തുടങ്ങുന്നത് പോർച്ചുഗലിലെ മദീര എന്നൊരു കൊച്ചു ദ്വീപിൽ നിന്നാണ്. 1985 ഫെബ്രുവരി 5 കടുത്ത ദാരിദ്ര്യം നിറഞ്ഞൊരു കുടുംബത്തിലാണ് റൊണാൾഡോ ജനിച്ചത്. തോട്ടക്കാരനായ അച്ഛനും പാചകക്കാരിയായ അമ്മയ്ക്കും 4ാമതായി ജനിച്ച ആ കുട്ടിക്ക് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് റീഗന്റെ പേരാണ് നൽകിയത്. വിശപ്പും വറുതിയും നിറഞ്ഞ കുട്ടിക്കാലം. വസ്ത്രങ്ങളോ നല്ലൊരു ഫുട്ബോളോ വാങ്ങാൻ പോലുമുള്ള പണം അന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ 14ാം വയസ്സിൽ ഫുട്ബോളിനായി പഠനം ഉപേക്ഷിച്ചു. എന്നാൽ 15ാം വയസ്സിൽ റൊണാൾഡോയെ തേടി ആ മാരക രോഗമെത്തി, റേസിംഗ് ഹാർട്ട്. ഓടുമ്പോൾ ഹൃദയമെടുപ്പ് അമിതമായി വർദ്ധിക്കുന്ന രോഗം. ഫുട്ബോൾ കരിയർ തന്നെ അവസാനിച്ചേക്കാമായിരുന്ന ആ അവസ്ഥയിൽ നിന്നും ഒരു ലേസർ സർജറിയിലൂടെ റൊണാൾഡോ ജീവിതത്തിലേക്ക് ശക്തമായി തിരിച്ചു വന്നു. പോർച്ചുഗലിലെ സ്പോർട്ടിംഗ് CPയിലൂടെ കളി തുടങ്ങിയ റൊണാൾഡോയുടെ ജീവിതം മാറി മറിയുന്നത് 2003 മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ വിഖ്യാത കോച്ച് സർ അലക്സ് ഫെർഗൂസൺ ആ 18കാരന്റെ വേഗതയും കളിമികവും തിരിച്ചറിഞ്ഞു. മാഞ്ചസ്റ്ററിന്റെ ഇതിഹാസ ജേഴ്സിയായ നമ്പർ 7 റൊണാൾഡോയുടെ കൈകളിലെത്തി. അവിടെ നിന്ന് CR7 എന്ന ബ്രാൻഡിന്റെ തുടക്കമായി. യുണൈറ്റഡിനൊപ്പം പ്രീമിയർ ലീഗും ചാമ്പ്യൻസ് ലീഗും ആദ്യ ബാലൻ ഡിയോറും നേടി അദ്ദേഹം ലോകത്തെ ഞെട്ടിച്ചു. 2009 അക്കാലത്തെ റെക്കോർഡ് തുകയ്ക്ക് റൊണാൾഡോ സ്പാനിഷ് ക്ലബായ റയൽ മാഡ്രിഡിലേക്ക് ചേക്കേറി. പിന്നീട് സാന്റിയാഗോ ബെർണബ്യൂ സ്റ്റേഡിയത്തിൽ കണ്ടത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗോൾ വേട്ടയാണ്. റയലിന് വേണ്ടി കളിച്ചതിനേക്കാൾ കൂടുതൽ ഗോളുകൾ അടിച്ചുകൂട്ടി അദ്ദേഹം മാഡ്രിഡിന്റെ എക്കാലത്തെയും വലിയ ഗോൾ വേട്ടക്കാരനായി മാറി. 4 ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങളും 4 ബാലൻ ഡിയോർ പുരസ്കാരങ്ങളും കൂടി അദ്ദേഹം റയലിനൊപ്പം സ്വന്തമാക്കി. ക്ലബിൽ മാത്രമല്ല, തൻ്റെ രാജ്യാന്തര കരിയറിലും റൊണാൾഡോ ചരിത്രം കുറിച്ചു. പോർച്ചുഗലിന് വേണ്ടി 2016 യൂറോ കപ്പും 2019 നേഷൻസ് ലീഗും നേടിക്കൊടുത്തു. ഇന്റർനാഷണൽ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരമെന്ന റെക്കോർഡും CR7ന്റെ പേരിൽ മാത്രമാണ്. യുവന്റസും മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെ 2ാം വരവും കഴിഞ്ഞ ഇപ്പോൾ സൗദി ക്ലബായ അൽ നസറിലൂടെ ഏഷ്യൻ ഫുട്ബോളിലും റൊണാൾഡോ തൻ്റെ സിംഹാസനം ഉറപ്പിച്ചു കഴിഞ്ഞു. പ്രായം 41 കഴിഞ്ഞിട്ടും യുവാക്കളെ പോലും അത്ഭുതപ്പെടുത്തുന്ന ഫിറ്റ്നസോടെ റൊണാൾഡോ ഇന്നും കളം നിറഞ്ഞ് കളിക്കുകയാണ്. ഇപ്പോൾ ഇതാ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ആ വലിയ പോരാട്ടത്തിന് റൊണാൾഡോയും തയ്യാറായി കഴിഞ്ഞു. അതെ, തൻ്റെ 6ാമത്തെയും അവസാനത്തെയും ലോകകപ്പ് കളിക്കാൻ. പോർച്ചുഗലിന്റെ നായകനായി ക്രിസ്ത്യാനോ റൊണാൾഡോ 2026 ഫിഫ വേൾഡ് കപ്പിലേക്ക് എത്തുകയാണ്. തൻ്റെ കരിയറിലെ ഒരേ ഒരു കുറവായ ആ ലോക കിരീടം പോർച്ചുഗലിന്റെ മണ്ണിലേക്ക് എത്തിക്കാൻ. ലോകത്തിലെ ഏറ്റവും മികച്ച ഫിനിഷർ ഒരിക്കൽ കൂടി ബൂട്ട് കെട്ടുമ്പോൾ ലോകം മുഴുവൻ ഒരേ സ്വരത്തിൽ പറയുന്നു, സിയു രാജാവ് വരുന്നു, പുതിയ ചരിത്രങ്ങൾ തിരുത്തിക്കുറിക്കാൻ.